morning, children. Welcome back to another class of biology. In the previous class, I gave a topic to discuss with. What is that topic? Water pollution and the causes, right? വാട്ടർ പൊല്യൂഷൻ്റെ കോസസ് നിങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യാനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അല്ലേ? യെസ്. സോ ഇൻ ദിസ് ക്ലാസ് വി ജസ്റ്റ് ഡിസ്കസ് വാട്ട് ദ പോയിൻറ്റ്സ് ആർ that cause water pollution. First of all, what is water pollution? Water pollution is the increase in the content of harmful substance in water is called water pollution. അതായത് വളരെ ഹാംഫുൾ ആയിട്ടുള്ള പോയ്സണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് വെള്ളത്തിൽ കലരുന്ന അല്ലെങ്കിൽ വെള്ളത്തിൽ ഇതിൻ്റെ ഈ ഇത്തരത്തിലുള്ള ഹാംഫുൾ സബ്സ്റ്റൻസസിൻ്റെ എമൗണ്ട് കൂടുന്ന അവസ്ഥയാണ് നമ്മൾ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ദ വാട്ടർ പൊല്യൂഷൻ ഈസ് കോസ്ഡ് ബൈ ദ അഡീഷൻ ഓഫ് ഹാംഫുൾ സബ്സ്റ്റൻസ് ലൈക്ക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ഫ്രം ഫാംസ്. എങ്ങനെയാണ് വാട്ടറിലേക്ക് ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡ്സും ഒക്കെ വരുന്നത്? യെസ്, നമ്മളുടെ അഗ്രികൾച്ചറൽ ക്രോപ്പിൻ്റെ ഈൽഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വി സ്പ്രേ fertilizers and different types of chemical pesticides in our farm or in our field, right? Yes. അപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫീൽഡിൽ നമ്മൾ ഓൾറെഡി പെസ്റ്റിസൈഡ്സ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ മഴവെള്ളത്തിൽ എന്ത് ചെയ്യും? ഈ തെളിച്ചിട്ടുള്ള ആ ഫാമിലുള്ള ആ കെമിക്കൽ പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സൊക്കെ ആ വെള്ളത്തിനോടൊപ്പം വാട്ടർ ബോഡീസിലേക്ക് ഈ മഴവെള്ളമായിട്ട് എത്തിച്ചേരുന്നു. ഓക്കെ, ഇതിനെ നമ്മൾ ഫാൾ ഓഫ് എന്നാണ് പറയുക. ഓക്കെ, അങ്ങനെ ഒരു ടേം യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഫെർട്ടിലൈസർ നമ്മൾ തെളിക്കുക, ഫാമിൽ തെളിക്കുമ്പോൾ അത് അവിടെ നിൽക്കും. അതിൻ്റെ അംശങ്ങളൊക്കെ ആ പ്ലാന്റിൻ്റെ ബോഡിയിലും അതുപോലെ അവിടെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലൊക്കെ ഉണ്ടായിരിക്കും. ഒരു റെയിൻ വന്നു കഴിഞ്ഞാൽ ഇത് ആ റെയിൻ വാട്ടറിൻ്റെ കൂടെ ആ കെമിക്കൽസ് എല്ലാം ഒലിച്ച് നേരെ വാട്ടർ ബോഡീസിലാണ് എത്തുന്നത്. ഇൻ ദാറ്റ് സെൻസ് സോ മെനി പെസ്റ്റിസൈഡ്സ് ആൻഡ് ഫെർട്ടിലൈസർ യൂസ് may cause water pollution. Okay, then the second point, sewage from towns, cities and factories. ഓക്കെ, അതായത് നമ്മളുടെ ടൗൺസിൽ നിന്ന് പല ടൗണുകളിൽ നിന്ന് വലിയ വലിയ സിറ്റീസിൽ നിന്നൊക്കെ മാത്രമല്ല ഫാക്ടറീസിൽ നിന്നൊക്കെ വരുന്ന സ്യൂവേജ് വാട്ടർ, അതായത് വൃത്തിഹീനമായിട്ടുള്ള അവിടുത്തെ വാഷ്റൂമിൽ അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന സ്യൂവേജ് ആയിട്ടുള്ള വാട്ടർ, ഇതും ഫൈനലി എത്തിച്ചേരുന്നത് എങ്ങനെ തന്നെയാണ്? ഈ വാട്ടർ ബോഡീസിലേക്ക് തന്നെയാണ്. നമുക്ക് പലപ്പോഴും അറിയുന്നില്ല, പലപ്പോഴും നമ്മളുടെ തൊട്ടടുത്തുള്ള വാട്ടർ ബോഡീസിലേക്കാണ് അതൊക്കെ എൻഡ് ചെയ്യുന്നത്. സോ ഇറ്റ് മേ കോസ് വാട്ടർ പൊല്യൂഷൻ. ഇറ്റ് ഡെഫിനറ്റ്ലി കോസ് വാട്ടർ പൊല്യൂഷൻ. ആൻഡ് ഹാംഫുൾ കെമിക്കൽസ് ഫ്രം ഫാക്ടറീസ്. ഓക്കെ, നെക്സ്റ്റ് കോസാണ് ഹാംഫുൾ കെമിക്കൽസ് ഫ്രം ഫാക്ടറീസ്. വലിയ വലിയ ഫാക്ടറീസിൽ നിന്നും ഹാംഫുൾ കെമിക്കൽസ് പുറത്തേക്ക് വരുമ്പം അതും ഈ വെള്ളത്തിൽ മിക്സ് ആവുമ്പോൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും? ഒരു വാട്ടർ പൊല്യൂഷന് കാരണമാവും. ദെൻ ഡിസീസ് കോസിങ് ഓർഗാനിസംസ്. ചില ഡിസീസ് കോസിങ് ഓർഗാനിസം, ഈ കോളറ ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസംസിനെയൊക്കെ ചിലപ്പോൾ ഈ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലൊക്കെ ഉണ്ടാവും. അതെല്ലാം കൂടി ഒലിച്ച് എങ്ങടാ വരണത്? ഈ നമ്മൾ വാട്ടർ എടുക്കുന്ന ഫ്രഷ് വാട്ടർ ബോഡീസിലേക്കൊക്കെയാണ് വരണത്. സോ ഇറ്റ് മേ ഓൾസോ കോസ് water pollution. And changes in the amount of oxygen dissolved in the water. Yes, ചില കണ്ടീഷനിൽ ഈ പൊല്യൂട്ടൻസ് ഒക്കെ വന്നു ചേർന്ന് മാത്രമല്ല ചില എന്താ പറയുക, ഈ കായലിലൊക്കെ കണ്ടിട്ടില്ലേ, അതിൻ്റെ പുറത്തൊക്കെ നിറയെ ചെടികളിങ്ങനെ വളർന്നു കിടക്കുന്നത്. ചെടികളല്ല, അത് എന്താണ് പറയുക, ഒരുതരം പായൽ പോലെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ഡെൻസായിട്ട് ഈ ഫ്രഷ് വാട്ടർ ബോഡീസിൻ്റെയൊക്കെ പുറത്ത് ഇങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് വളരുമ്പോൾ ആ പ്ലാന്റ്സ് അതിൻ്റെ അകത്തും കുറേ ജീവികളുണ്ടല്ലേ വെള്ളത്തിൽ, ഒരുപാട് ഫിഷസും ഒരുപാട് ഫ്രഷ് വാട്ടർ ആനിമൽസ് ഒക്കെ അതിൻ്റെ അകത്ത് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ വാട്ടറിലുള്ള ഓക്സിജൻ തന്നെ വേണം അല്ലേ? പക്ഷേ ഈ പ്ലാന്റ്സും ഇങ്ങനെ വാട്ടർ ബോഡിയുടെ പുറത്ത് വളരുന്ന പ്ലാന്റ്സ് ഈ പറയുന്ന വാട്ടറിലുള്ള ഓക്സിജനെ മൊത്തം അവരങ്ങോട്ട് യൂട്ടിലൈസ് ചെയ്യും. ദെൻ ബാക്കിയുള്ള ആൾക്കാർക്ക് എന്താ ഉള്ളത്? ഒന്നും ഉണ്ടാവില്ല അല്ലേ? യെസ്, അതാണ് വാട്ടറിലുള്ള ഓക്സിജനെയാണ് നമ്മൾ ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറയുന്നത് കേട്ടോ.
വാട്ടറിൻ്റെ അകത്ത് കാണുന്ന ഓക്സിജനാണ് ഡിസോൾവ്ഡ് ഓക്സിജൻ. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഡിസോൾവ്ഡ് ഓക്സിജനൊക്കെ ഒരുപാട് ഡിപ്ലീറ്റ് ആവുന്നുണ്ട്. അപ്പം ഈ പൊല്യൂഷൻ കൂടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചെടികളൊക്കെ കൂടുതലായിട്ട് വളരുക. ഓക്കെ, ഒരു തരം പായലൊക്കെ ഉണ്ട് അങ്ങനെ വളരുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാട്ടർ ബോഡിയിലുള്ള ഓക്സിജനെ മൊത്തം വലിച്ചെടുത്തിട്ട് അതിനകത്ത് ജീവിക്കുന്ന ജീവികൾക്ക് ഒന്നും തന്നെ ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വരികയും അതെല്ലാം നശിച്ചു പോവുകയും ചെയ്യണു. ഓക്കെ, ദെൻ ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ. ലാസ്റ്റ് പോയിന്റ് നോക്കൂ, ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ചേഞ്ച് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, നമ്മൾ ഡാമൊക്കെ ഓപ്പൺ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ? യെസ്, ഡാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ റിസർവോയറാണ്, മാൻമെയ്ഡ് റിസർവോയറാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നമ്മൾ ഒരു വലിയൊരു ഫോഴ്സിൽ അല്ലേ അതിനെ കെട്ടി ഇങ്ങനെ നിർത്തിയിരിക്കുക. പെട്ടെന്ന് ഡാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഡാമിൽ നിന്നും വരണ വെള്ളം എന്ന് വെച്ചാൽ അടിയിലുള്ള വെള്ളം നല്ല തണുത്ത വെള്ളമായിരിക്കും. അപ്പോൾ താഴെ ഡാമിൻ്റെ താഴെയുള്ള ആ ഒരു ഭാഗത്ത് കാണുന്ന വാട്ടറിൻ്റെ ടെമ്പറേച്ചർ അത്രയ്ക്ക് തണുത്തതായിരിക്കില്ല. ഒരു മീഡിയം, ഒരു ലൈഫ് പോസിബിൾ ആക്കുന്ന രീതിയിലുള്ള ചെറിയ ടെമ്പറേച്ചറൊക്കെ ഉള്ള ഒരു വാട്ടർ ആയിരിക്കും. പെട്ടെന്ന് ഈ ഡാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് തുറക്കുമ്പോൾ ഈ കോൾഡ് വാട്ടർ വന്നിട്ട് ഈ താഴെയുള്ള വാട്ടർ റിസർവോയറായിട്ട് മിക്സ് ആവുക. അപ്പോൾ ക്യുക്ക് ടെമ്പറേച്ചർ ചേഞ്ച് വരും. ഇത് ഒരുപാട് അക്വാട്ടിക് ആനിമൽസിൻ്റെ ബ്രീഡിങ്ങിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പല ഫിഷസും എഗ്ഗ് ലേ ചെയ്തിട്ടുണ്ടാവും. ഈ എഗ്ഗ് ഹാച്ച് ചെയ്യണമെങ്കിലൊക്കെ ഒരു ടെമ്പറേച്ചർ വേണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഈ ഡാം തുറക്കുമ്പോൾ അതിൽ നിന്നുള്ള കൂൾ വാട്ടർ വന്നിട്ട് ആ ടെമ്പറേച്ചറിനെയാണ് ഓൾട്ടർ ചെയ്യണത്. അപ്പോൾ ഒരുപാട് അക്വാട്ടിക് ആനിമൽസിൻ്റെ ബ്രീഡിങ്ങിനെ അത് കാര്യമായി ബാധിക്കുന്നുണ്ട്. ബ്രീഡിങ് എന്ന് പറയുന്ന പ്രോസസ്സിന് ഒരു ടെമ്പറേച്ചർ വേണമെന്നുള്ളത് അത്യാവശ്യമാണ്. ഒരു ടെമ്പറേച്ചർ വേണം, എന്നാൽ മാത്രമാണ് ഈ ഫിഷസ് ഒക്കെ ബ്രീഡ് ചെയ്യുള്ളൂ. ഓക്കെ, എഗ്ഗൊക്കെ ലേ ചെയ്യുള്ളൂ, എഗ്ഗ് ഹാച്ച് ചെയ്യുള്ളൂ. ഓക്കെ, സോ ദീസ് ആർ ദി മെയിൻ കോസസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. ഇതൊക്കെയാണ് വാട്ടർ പൊല്യൂഷൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഓക്കെ, വൺസ് അഗെയിൻ ഞാൻ പറയാം. എന്താണ്? അഡീഷൻ ഓഫ് ഫെർട്ടിലൈസർ ആൻഡ് പെസ്റ്റിസൈഡ്സ് ഫ്രം ദി ഫാംസ്, ദെൻ സ്യൂവേജ് ഫ്രം ദി ടൗൺസ്, സിറ്റീസ് ആൻഡ് ദി ഫാക്ടറീസ്, harmful chemicals from the factories, disease causing microorganisms, change in the amount of oxygen dissolved in water or change in the temperature of water. അപ്പോൾ ഇത് ഓരോന്നിൻ്റെയും കാരണങ്ങൾ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് അപ്പോൾ അത് എലാബറേറ്റ് ചെയ്യാലോ, എഴുതാലോ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ ആസ്പെക്ട്സ് ഓഫ് സോയിൽ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി വി ഡിസ്കസ്ഡ് ദ ആസ്പെക്ട്സ് അബൌട്ട് air pollution, water pollution. Now we are dealing with soil. Okay. Next topic comes the soil formation or how the soil is formed. എങ്ങനെയാണ് soil ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. Soil is formed by the breakdown of rocks on the surface of the earth by physical, chemical and biological process. Okay. സോയിൽ ഉണ്ടാകുന്നത് വലിയ വലിയ പാറക്കഷ്ണങ്ങളിൽ നിന്നുമാണ്, വലിയ റോക്കിൽ നിന്നുമാണ് നമ്മൾ കാണുന്ന മണ്ണ് ഉണ്ടാകുന്നത്. ഓക്കെ, അതിനൊരുപാട് ഫിസിക്കൽ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ആ വലിയ റോക്കിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്, ഒരുപാട് ബയോളജിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ പലതരത്തിലുള്ള കെമിക്കൽ, ഫിസിക്കൽ, ബയോളജിക്കൽ പ്രോസസ്സുകളുടെ റിസൾട്ടാണ് സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ മെനി ഫാക്ടേഴ്സ് ആർ playing major role in the formation of soil. The first factor is sun, the ultimate source of energy. Sun plays the major role. എങ്ങനെ എന്ന് നോക്കാം. Sun heats the rock during the day and the rock expand, and at the night the rock cool and contract. This causes the rock to crack and break into smaller pieces. Yes, what the sun do? Sun നമ്മുടെ വലിയ പാറയെ, ഓക്കെ, മണ്ണുണ്ടാകാൻ ആവശ്യമായിട്ടുള്ളൊരു വലിയ പാറ നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുക കേട്ടോ. വലിയൊരു കല്ലാണ്, സ്റ്റോണാണ്. ഓക്കെ, യെസ്, ഈ വലിയ ഈ സ്റ്റോണാണ് പൊട്ടിപ്പൊടിഞ്ഞ് ഇനി മണ്ണാവേണ്ടത്. അപ്പോൾ അത് ഇങ്ങനെ സൂര്യൻ്റെ ചൂടേറ്റ് ഇങ്ങനെ ചൂടാവും. ഓക്കെ, ഡ്യൂറിങ് ഡേ ടൈം ദാറ്റ് ബിഗ് റോക്ക് അണ്ടർഗോ ഹീറ്റിംഗ്. ഓക്കെ, ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ റോക്ക് എക്സ്പാൻഡ് ചെയ്യും, അതായത് ചെറുതായിട്ടൊന്ന് സൈസ് ഇൻക്രീസ് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. അത് നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. റോക്ക് എക്സ്പാൻഡ് ചെയ്യും ചൂടാവുമ്പോൾ.
ഡ്യൂറിങ് ഡേ ടൈം. അറ്റ് നൈറ്റിൽ എന്താ ചെയ്യുക? സൺലൈറ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ റോക്ക് എന്ത് ചെയ്യും? തണുക്കാൻ തുടങ്ങും. തണുക്കുമ്പം ഇറ്റ് വിൽ കോൺട്രാക്ട്. എന്ത് ചെയ്യും? ആ സ്റ്റോൺ എക്സ്പാൻഡ് ചെയ്ത സ്റ്റോൺ ഒന്ന് ചുരുങ്ങും. പഴയ പോലെ തന്നെ അതിൻ്റെ സൈസ് ഒന്ന് ഡിക്രീസ് ചെയ്യും. ഇങ്ങനെ ഓരോ ദിവസവും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സണ്ണ് വരുമ്പോൾ ചൂടാവും, കല്ല് എന്ത് ചെയ്യും? വീർക്കും, കുറച്ച് എക്സ്പാൻഡ് ചെയ്യും. ദെൻ നൈറ്റ് വരുമ്പോൾ സൂര്യൻ പോവും, ദ റോക്ക് സ്റ്റാർട്ട് ടു കൂൾ ആൻഡ് ഇറ്റ് വിൽ കോൺട്രാക്ട്. Okay, this process cause crack and break the big rock into small pieces. ഈ ബിഗ് റോക്കിനെ ഈ പ്രോസസ്സ്, ഈ എന്താണ് ഓരോ ദിവസവും നടക്കുന്ന ഈ ഒരു എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ പ്രോസസ്സ് ആ വലിയ റോക്കിൽ ക്രാക്കുകൾ ഉണ്ടാക്കും, വിള്ളലുകൾ ഉണ്ടാക്കും. ആൻഡ് ദാറ്റ് ബിഗ് റോക്ക് വിൽ ബിക്കം സ്മോൾ പീസസ്. ക്രാക്ക് എന്ന് വെച്ചാൽ വിള്ളലുകൾ ഉണ്ടായി ആ കല്ല് പൊട്ടുന്നു, ചെറിയ ചെറിയ പീസസ് ആയി മാറുന്നു. ഓക്കെ, ചെറിയ ചെറിയ പീസസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഊഹിക്കരുത് ശരിക്കും മണ്ണിലുള്ള പോലെ ചെറിയ കുഞ്ഞു കുഞ്ഞു കല്ലുകളായിട്ടാണെന്ന് അല്ല കേട്ടോ. അത്യാവശ്യം നല്ല ഹ്യൂജ് ആയിട്ടുള്ളൊരു പാറ കുറേ കഷ്ണങ്ങളായിട്ട് നമ്മൾ വെട്ടി മുറിച്ചിട്ടാൽ എങ്ങനെ ഉണ്ടാവും? മീൻസ് ഇങ്ങനെ തല്ലി പൊട്ടിച്ചാൽ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം വലിയ പീസസ് ആയിട്ട് തന്നെ മാറിക്കിടക്കുന്നുണ്ടാവും. ദെൻ ഇൻ ദിസ് സിറ്റുവേഷൻ ദ നെക്സ്റ്റ് ഫാക്ടർ പ്ലേ ദ റോൾ. ദ നെക്സ്റ്റ് ഫാക്ടർ ഈസ് വാട്ടർ. അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് വാട്ടറാണ്. വാട്ടറാണ് ഇനി ഈ സൂര്യൻ പൊടിച്ചിട്ട ഈ ചെറിയ കല്ല് കഷ്ണങ്ങളിൽ ആക്ട് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. വാട്ടർ എൻ്റർ ദ ക്രാക്സ് ഇൻ ദി റോക്സ് ആൻഡ് വെൻ ദ വാട്ടർ ഫ്രീസസ് ഇറ്റ് എക്സ്പാൻഡ് ആൻഡ് കോസ് ദ ക്രാക്സ് ഇൻ ദ റോക്സ് ടു വൈഡൻ ആൻഡ് ബ്രേക്ക് ഇൻ ടു സ്മോളർ പീസസ്. ഓക്കെ, വാട്ടർ എന്താ ചെയ്യുക? ഇപ്പോൾ സൺ ഓൾറെഡി ഈ വലിയ ബിഗ് റോക്കിനെ ഇങ്ങനെ എന്താണ് അൺഈവനായിട്ട് ചൂടാക്കുകയും തണുപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് അതിനെ വിള്ളലുകൾ ഏൽപ്പിച്ച് ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വിണ്ട് കിടക്കണം ഈ കല്ലുകളൊക്കെ. ഓക്കെ, ചിലതൊക്കെ ക്രാക്സ് വന്ന് പൊട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക, ചിലതൊക്കെ അങ്ങനെ വിണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിനെ ഇനി പൊട്ടിക്കണം. അതിന് കല്ല് പണിക്കാരും വരില്ല. സോ നമ്മൾക്കിവിടെ അങ്ങനെ ഒരു റോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫങ്ഷൻ ചെയ്യുന്നത് വാട്ടറാണ്. വാട്ടർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ക്രാക്സ് ആയിട്ട് കിടക്കുന്ന ആ ബിഗ് റോക്കിൻ്റെ അകത്തേക്ക് കയറുന്നു. വെള്ളം പെനിട്രേറ്റ് ചെയ്യണു, അകത്തേക്ക് കയറുന്നു. ദെൻ ആഫ്റ്റർ സം ഡേയ്സ് എന്ത് ചെയ്യും? വാട്ടർ അതിൻ്റെ അകത്തിരുന്ന് ഫ്രീസ് ചെയ്യും, തണുക്കും. ഓക്കെ, ഇങ്ങനെ ഫ്രീസ് ആവുമ്പോൾ ദാറ്റ് സ്റ്റോൺ ബിക്കം എക്സ്പാൻഡ്. ആ സ്റ്റോൺ വീണ്ടും എന്ത് ചെയ്യും? സൈസ് എൻലാർജ് ചെയ്യും, കുറച്ചും കൂടി വലുതാവും. വെള്ളം അതിൻ്റെ അകത്തിരുന്ന് തണുത്തുറയുമ്പോൾ കല്ലിൻ്റെ സൈസ് കുറച്ച് വലുതാവും. ദീസ് കോസ് ദ ക്രാക്സ് ടു വൈഡൻ. ഇതെന്ത് ചെയ്യും? ഓൾറെഡി സണ്ണ് കാരണം റോക്കിൽ ക്രാക്സ് ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഈ ക്രാക്സ് കുറച്ചും കൂടി വലുതാവാനും ആ കല്ല് വീണ്ടും സ്മോൾ പീസസ് ആയിട്ട് ബ്രേക്ക് ആവാനും സഹായിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ദ ഫ്ലോയിങ് വാട്ടർ ക്യാരീസ് ദ റോക്ക് പീസസ്. ദീസ് പീസസ് റബ് എഗെയിൻസ്റ്റ് ഈച്ച് അതർ ആൻഡ് ബിക്കം സ്മോളർ ആൻഡ് സ്മോളർ പാർട്ടിക്കിൾസ്. യെസ്, ഇപ്പോൾ വെള്ളം ഇങ്ങനെ പൊടിച്ചിട്ട് ഈ കല്ല് കഷ്ണങ്ങളെ ഒഴുകുന്ന വെള്ളം എന്ത് ചെയ്യും? ആ ഒഴുകുന്ന വെള്ളത്തിനോടൊപ്പം ഈ കല്ലുകളെ കൂടി കൊണ്ടുപോകുന്നു. ഇങ്ങനെ വെള്ളത്തിൽ കല്ലും മണ്ണൊക്കെ ഒലിച്ച് വരുന്ന കണ്ടിട്ടില്ലേ? ഇങ്ങനെയും പരസ്പരം അങ്ങോട്ട് കൂടെയൊക്കെ ഇങ്ങനെ ഒലിച്ചിങ്ങനെ വരുന്ന സമയത്ത് അങ്ങോട്ട് കൂടെ റബ്ബാവുകയൊക്കെ ചെയ്യും അല്ലേ? കൂട്ടി ഉരസുകയൊക്കെ ചെയ്യും കല്ലുകൾ. അങ്ങനെ എന്ത് ചെയ്യും? വീണ്ടും ആ കല്ലുകൾ പൊട്ടിപ്പൊടിഞ്ഞ് സ്മോളർ ആൻഡ് സ്മോളർ പീസസ് ആയിട്ട് മാറുന്നു. ഓക്കെ, ദെൻ ദ തേർഡ് ഫാക്ടർ, മൂന്നാമത്തെ ആളെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് നൺ അതർ ദാൻ വിൻഡ്. Wind plays a major role in the soil formation. Let's check how. Strong wind also break rocks into smaller particles and carries it from one place to other. Yes, ഇങ്ങനെ പൊട്ടിപ്പൊടിഞ്ഞ മൺതരികളെ അല്ലെങ്കിൽ റോക്കിൻ്റെ പീസസിനെ നല്ല ശക്തമായ കാറ്റ് അതിനോടൊപ്പം കൊണ്ടുപോകുന്നു, പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നു. അങ്ങനെ വീണ്ടും അത് പൊടിഞ്ഞ് ഫൈൻ പാർട്ടിക്കിൾസ് ആയിട്ട് മാറുന്നു. ഓക്കെ, ദെൻ ദ റൂട്ട്സ് ഓഫ് ലാർജ് ട്രീസ് ഗ്രോ ഇൻ ടു ദ ക്രാക്സ് ഇൻ റോക്സ് ആൻഡ് ബ്രേക്സ് ഇറ്റ് ഇൻ ടു സ്മോളർ പീസസ്. ഇനി നമ്മുടെ പ്ലാന്റ്സ്, വലിയ വലിയ മരങ്ങൾ, ട്രീസ്, അവരും ഈ സോയിൽ ഫോർമേഷനിൽ വളരെ വലിയൊരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ ചില ആൽമരങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? പാറക്കെട്ടിൻ്റെ മേലെ കൂടെ വേരുകൾ ഇങ്ങനെ
കവർ ചെയ്തിട്ടുണ്ടാവും, ആ കല്ലിനെ ഫുൾ കവർ ചെയ്തിട്ടായിരിക്കും വളരുണ്ടാവുക. ആഫ്റ്റർ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആ പാറ കഷ്ണങ്ങളിൽ ക്രാക്സ് വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ that is the starting of soil formation. ഓക്കെ, അപ്പോൾ ഈ വലിയ മരങ്ങൾ അവരുടെ റൂട്ട്സ് ഉപയോഗിച്ചിട്ട് ഈ ബിഗ് റോക്കിനെയൊക്കെ ഇങ്ങനെ വൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിൽ ക്രാക്സ് ഉണ്ടാക്കുകയും അതിനെ പൊടിച്ച് സ്മോൾ പീസസ് ഓഫ് റോക്സ് ആക്കി മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. ദെൻ ലൈക്കൻസ്. ഹാവ് യു ഹേർഡ് അബൌട്ട് ലൈക്കൻസ്? ഐ തിങ്ക് യെസ്, ഞാനിത് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് ലൈക്കൻസ് എന്ന്, അല്ലേ? ഫംഗസും ആൽഗയും കൂടി ഒരുമിച്ച് താമസിക്കുന്നതിനെയാണ് നമ്മൾ ലൈക്കൻസ് എന്ന് പറയുന്നത്, അല്ലേ? യെസ്, ലൈക്കൻസ് ഓൾസോ പ്ലേ എ മേജർ റോൾ ഇൻ ദ സോയിൽ ഫോർമേഷൻ. ഓക്കെ, lichens which grow on the rocks produce some substance which cause the rock surface to powder and become soil. Okay, lichens ഈ നമ്മുടെ റോക്കിൻ്റെ പുറത്തു കൂടെ ലൈക്കൻസ് വളരാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലൈക്കൻസ് ഒരു തരം സബ്സ്റ്റൻസിനെ പറയുന്നുള്ളൂ, സബ്സ്റ്റൻസസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് സബ്സ്റ്റൻസ് കോസ് ദി റോക്ക് ടു പൗഡർ, റോക്കിനെ പൊട്ടിപ്പൊടിഞ്ഞ് തരികളാവാൻ കാരണമാകുന്നു. അങ്ങനെ സോയിൽ ഉണ്ടാകുന്നു. നോക്കൂ, ഇപ്പോൾ നമ്മൾ 4 ഫാക്ടേഴ്സിനെയൊക്കെ പഠിച്ചു, അല്ലേ? പ്രധാനമായിട്ടും സണ്ണാണ് മെയിനായിട്ട് ആ വലിയ റോക്കിനെ ക്രാക്ക് വീഴ്ത്തുന്നത്. ആ ക്രാക്ക് വീഴ്ത്തുന്നതിൽ വാട്ടറിനൊരു റോളുണ്ട്, ദെൻ പ്ലാന്റ്സിന്, വലിയ ട്രീസിനൊരു റോളുണ്ട്, ദെൻ ആഫ്റ്റർ വാട്ടർ ആൻഡ് വിൽ ടേക്ക് കെയർ ഓഫ് ദി ഫർദർ പ്രോസസ്സ്, അല്ലേ? അങ്ങനെയാണ് ഫൈൻ ആയിട്ടുള്ള സാൻഡ് അല്ലെങ്കിൽ സോയിൽ ഉണ്ടാകുന്നത്. യെസ്, അപ്പം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് വായിച്ച് നോക്കിയാൽ കുറച്ചും കൂടി, ഇപ്പം ടെക്സ്റ്റിൽ വായിച്ചതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റാണ് ഞാനിവിടെ തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാവും കേട്ടോ. യെസ്, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ കമ്പോസിഷൻ ഓഫ് സോയിൽ. വാട്ട് ദ സോയിൽ കണ്ടെയ്ൻ? എന്തൊക്കെയാണ് സോയിലുള്ളത്? സോയിൽ കണ്ടെയ്ൻ some rock particles, decayed organism called humus, living organism, minerals, air and water. ഓക്കെ, അപ്പം നമ്മുടെ സോയിലിൽ അടങ്ങിയിരിക്കുന്നത് കുറച്ച് റോക്ക് പാർട്ടിക്കിൾസ് ഉണ്ടാവും, കല്ല് കഷ്ണങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഡീക്കെയ്ഡ് ഓർഗാനിസംസ്, അതായത് ഡെഡായിട്ടുള്ള ഓർഗാനിസംസിൻ്റെ ഡീക്കേ ചെയ്ത് തുടങ്ങുന്ന ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ ഹ്യൂമസ് എന്നാണ് വിളിക്കുക കേട്ടോ. ഹ്യൂമസ് ഇസ് ഗുഡ് ഫോർ സോയിൽ. ഓക്കെ, ഹ്യൂമസ് കണ്ടൻറ്റ് ഉള്ള സോയിലാണെന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ദ സോയിൽ ഈസ് വെരി ഫെർട്ടൈൽ. ഓക്കെ, നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലാണെന്നാണ് അർത്ഥം. ഓക്കെ, സോ decayed organism called humus and living organism. So many bacteria are seen in the soil. നമ്മൾ 8th ക്ലാസ്സിൽ ഇൻ യുവർ 8th സ്റ്റാൻഡേർഡ് മൈക്രോ ഓർഗാനിസം ഫ്രണ്ട് ആൻഡ് ഫോ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഒരു ഹാൻഡ് ഫുൾ ഓഫ് സോയിലിൽ ഒരുപാട് മൈക്രോ ഓർഗാനിസംസിനെ കാണാൻ പറ്റും എന്നുള്ളത്. യെസ്, സോ ലിവിങ് തിങ്സ് ഉണ്ടാവും സച്ച് ആസ് ബാക്ടീരിയാസ് ആൻഡ് മിനറൽസ്. സോ മെനി മിനറൽസ് are there in soil. It will help for the growth of plants and that minerals are required for the living organisms. Okay, then soil contain air and water. So these are the components of soil. The amount of mineral, humus, air and water are the factors which decides the biodiversity in that area. Okay, ഒരു ഏരിയയിൽ, ഒരു ഭാഗത്ത് കാണുന്ന സ്ഥലത്ത്, ഒരു ഏരിയയിൽ ഏതെല്ലാം ജീവികൾ ആയിരിക്കണം ജീവിക്കേണ്ടത് എന്നുള്ളതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ സോയിലിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസ്, ഹ്യൂമസ്, എയർ ആൻഡ് വാട്ടർ, ഈ പറയുന്ന ഘടകങ്ങളാണ്, ഫാക്ടേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഒരു ഭാഗത്ത്, ഇപ്പം നമ്മുടെ വീടിരിക്കുന്ന നിങ്ങളുടെ ചുറ്റുപാടുള്ള ആ ഒരു ഏരിയയിൽ സോയിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി അവിടെ നല്ല ഹ്യൂമസ് ഉണ്ട്, അത്യാവശ്യം വേണ്ട രീതിയിൽ വാട്ടറും എയറും ഒക്കെ ഉണ്ട്, മിനറൽസ് റിച്ച് ആണ് നിങ്ങളുടെ അവിടുത്തെ സോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അവിടെ ഒരുപാട് ബയോഡൈവേഴ്സിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ലൈഫ് പോസിബിൾ ആവേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അവിടുത്തെ സോയിലുണ്ട്. സോ നിങ്ങളുടെ ഏരിയ ബയോഡൈവേഴ്സിറ്റി റിച്ച് ആവാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ഓക്കെ, സോ ഇത്രയേ പറഞ്ഞുള്ളൂ. ഒരു സ്ഥലത്തുള്ള ബയോഡൈവേഴ്സിറ്റി അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ പറയുന്ന സോയിലിലുള്ള മിനറൽസ്, ഹ്യൂമസ്, എയർ ആൻഡ് വാട്ടർ കണ്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ മൂവിങ് ടു ദി ടോപ്പിക് സോയിൽ പൊല്യൂഷൻ. സോയിൽ ഓൾസോ അണ്ടർ ദ ത്രെറ്റ് ഓഫ് പൊല്യൂഷൻ വിച്ച് ഇസ് കോസ്ഡ് ബൈ അസ്. ഓക്കെ,
നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തൊക്കെയാണ് സോയിൽ പൊല്യൂഷൻ്റെ കാരണങ്ങളെന്നുള്ളത്. ഓക്കെ, സോ ഫോർ നൗ we will end our class here. We are gonna end our class here, and please point out what are the causes of soil pollution. Okay, so in today you have a question which is the causes of soil pollution, and second question, suggest possible ways to prevent water pollution. നമ്മൾ വാട്ടർ പൊല്യൂഷൻ്റെ കോസസ് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലേ. വാട്ടർ പൊല്യൂഷൻ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് വേയ്സ് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാം. ആഫ്റ്റർ ദിസ് ക്ലാസ് വി വിൽ ഡിസ്കസ്. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.